ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. ബാലഗോകുലം ജില്ലാ വാർഷിക സമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടന്നു. സിനി ആർട്ടിസ്റ്റ് ചന്ദ്രൻ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ബാലഗോകുലം ജില്ലാ വാർഷിക സമ്മേളനം പട്ടാമ്പി CGM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. സിനി ആർട്ടിസ്റ്റ് ചന്ദ്രൻ പട്ടാമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം 50 വർഷത്തിലേക്ക് കിടക്കുകയാണ്. ബാലഗോകുലം ഒരുപാട് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. ബാലഗോകുല പ്രവർത്തനം, ബാലഗോകുല ശൈലി, ചിന്തയല്ല. അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒടുങ്ങാത്ത കൊതിയായി മാറ്റിവെച്ച് ആ വിനയകല തുടർന്ന് കൊണ്ടുപോകാനും ഇന്നും അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ പ്രശസ്തനായ സിനിമകളൊന്നുമല്ല. ആരെങ്കിലും എൻ്റെ സിനിമ കണ്ടിട്ട് ആരെങ്കിലും കണ്ടവരുണ്ട്? അല്ല, സന്തോഷം. കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ. പട്ടാമ്പി തിയേറ്ററിലൊക്കെ കളിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ, നിങ്ങളാരും കണ്ടിട്ടില്ലേ? അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള വേഷങ്ങളോടുകൂടി അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. ബാലഗോകുലൻ്റെ കലാജീവിതത്തെ ഒട്ടനവധി രീതിയിൽ സ്വാധീനിച്ചു. ബാലഗോകുലത്തിൻ്റെ ആവശ്യകത എക്കാലത്തും ഉള്ളതുപോലെ വരുന്ന കാലഘട്ടങ്ങളിലും അത്യാവശ്യമാണ്. ഒരുപക്ഷെ ബാലഗോകുലം തുടങ്ങി വയ്ക്കുന്നത്, ബാലഗോകുലം കേരളത്തിൻ്റെ മടിത്തട്ടിലേക്ക് പിറന്നു വിടുന്നത് ഇടതുപക്ഷ ചിന്താധാരയും ഇടതുപക്ഷ കടന്നുകയറ്റവും കേരളത്തിലുമല്ല ഭാരതത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ, ഹൈന്ദവ സംസ്കാരത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരവസരത്തിലാണ് ബാലഗോകുലം പിറന്നുവരുന്നത്. സയന്റിസ്റ്റ് കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ രതീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ജില്ലാ കാര്യദർശി സരീഷ് PS റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം K മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി ശ്രേണി സഭ, പ്രതിനിധി സഭ, താലൂക്ക് സമിതികൾ, സമാരോപ്പ് എന്നിവ നടന്നു. ബാലഗോകുലം ജില്ലാ ഉപാധ്യക്ഷ വിദ്യ ടീച്ചർ അനഘ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.